Hello my dear students. Today we are starting fifth module, color models and color applications. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ 4 മൊഡ്യൂൾസിലും നമ്മൾ ഡിസ്കസ് ചെയ്തത് കറക്റ്റ്ലി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. പക്ഷേ ഈ ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മളൊരു മൾട്ടിമീഡിയയിലെ സ്റ്റാർട്ടിംഗ് ആണ് ഉള്ളത്. അതായത് കളറിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്. നമ്മൾ ഇതിൽ എന്താണ് കളർ എന്ന് പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് കളർ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ മോഡൽസ് പറയുന്നുണ്ട്. ആ കളർ മോഡൽസ് എല്ലാം ഇപ്പോൾ RGB, CMY, YIQ. അതേപോലെ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ജിംബിംഗ് ഓൾറെഡി 10ൽ പഠിച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂൾസിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? കളർ മോഡൽസ് ആൻഡ് കളർ ആപ്ലിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ആ സമയത്ത് നമ്മൾ എന്താണ് ലൈറ്റ്, എന്താണ് കളർ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ലൈറ്റ്? എന്താണ് ലൈറ്റ്? നമ്മൾ വിസിബിൾ ലൈറ്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ ലൈറ്റിന് എന്തുണ്ട്? ലൈറ്റ് ഹാവ് സം കളർ ആസ് കളർ ആൻഡ് ബ്രൈറ്റ്നസ്. ലൈറ്റിന് കളറും ഉണ്ട് ബ്രൈറ്റ്നസ്സും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ശരിക്കും ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇറ്റ്സ് പാർഷ്യലി ഇലക്ട്രിക് ആണ്, പാർഷ്യലി മാഗ്നറ്റിക് ആണ്. അതായത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആൻഡ് മാഗ്നറ്റിക് സിഗ്നൽസ് ഒക്കെ അതിലുണ്ട്. ഇറ്റ്സ് ഫ്ലോസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇതൊക്കെയാണ് ലൈറ്റിൻ്റെ പല പല ക്യാരക്ടറിസ്റ്റിക്സ്. ദ സൺ ആൻഡ് സ്റ്റാർസ്. ബട്ട് ഹൗ ഡു ദേ മേക്ക് ലൈറ്റ് എന്നുള്ളതാണ് ചോദ്യം. സൺസും സ്റ്റാർസിനൊക്കെ ലൈറ്റ് വരുന്നുണ്ട്, അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല പല സബ്സ്റ്റൻസ് ഉണ്ട്. എനിവേ, ഹൗ ദ ലൈറ്റ് ഈസ് ക്രിയേറ്റഡ്, എങ്ങനെയാണ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഇറ്റ് ഓൾ സ്റ്റാർട്ട് വിത്ത് ആറ്റംസ്. ലൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും യൂണിറ്റ്, സ്മാളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്, അല്ലേ? ആറ്റംസിൻ്റെ നിന്നാണ് നമ്മൾ ഈ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആറ്റംസിൽ നടക്കുന്ന ചില കാര്യങ്ങളിലാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എന്നുള്ളതാണ്. ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ് ആൻഡ് ഓർബിറ്റ്. ആറ്റംസ് പറയുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും എന്താണ്? ഇലക്ട്രോൺസ് ഉണ്ട്, ഓർബിറ്റുകൾ. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ന്യൂട്രോൺ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുക ന്യൂക്ലിയസ് ആൻഡ് എന്താ പറയുക, സറൗണ്ടിങ്സ്, ഇലക്ട്രോൺസ് ഇൻ ദ ഓർബിറ്റ് എന്നാണ്. അപ്പോൾ ലൈക്ക് ദ പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, ഇലക്ട്രോൺസ് സ്റ്റേ ഇൻ ദ സെയിം ഓർബിറ്റ് അൺലെസ് ഇലക്ട്രോൺസ് ആർ കിക്ക്ഡ് ഇൻ ടു ദ ഡിഫറെൻറ്റ് ഓർബിറ്റ്. അത് നമ്മൾ സോളാർ സിസ്റ്റത്തിലില്ല. ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിലൂടെ ആയിരിക്കും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? എന്തെങ്കിലും ബാഹ്യ എഫക്റ്റ് കൊണ്ട് ഇലക്ട്രോൺസ് ഗെറ്റ് കിക്ക്ഡ് ഇൻ ടു വേറെ ഏതെങ്കിലും ഓർബിറ്റിലേക്ക് എന്ത് ചെയ്യും? എറിയപ്പെടും. ഓക്കെ, അപ്പോൾ ദിസ് ഡസൻ ഹാപ്പൻ അറ്റ് സോളാർ സിസ്റ്റത്തിലില്ല, പക്ഷെ ആറ്റത്തിൽ നടക്കുന്നതാണ്. ഇഫ് യു ആഡ് എനർജി ടു ആൻ ആറ്റം, ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ ആറ്റത്തിലേക്ക് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. ദ ഇലക്ട്രോൺ വിൽ ജംപ് ടു ദ ബിഗർ ഓർബിറ്റ്സ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ get kicked into different orbits. When the atom cools, അതായത് ഇത് ആറ്റം കൂൾസ്, ഇപ്പോൾ സാധാരണ ഒരു ഹീറ്റ് എനർജിയാണ് നമ്മൾ പറയാം. ഏത് എനർജി, ഇപ്പോൾ കൈനറ്റിക് എനർജി ആണെങ്കിലും അത് സംഭവിക്കാം. അപ്പോൾ എനി ടൈപ്പ് ഓഫ് എനർജി ഫോംസ് ആർ അപ്ലൈ ടു ദ ആറ്റം. ദെർഫോർ ഇതെന്ത് ചെയ്യും? ഈ എനർജിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോണിൽ എന്താ പറയുക, എനർജി കൂടുമ്പോൾ അത് ഗോയിങ് ടു ദ ബിഗർ ഷെൽസ് അല്ലെങ്കിൽ ബിഗർ ഓർബിറ്റ്സ്. വെൻ ദ ആറ്റംസ് കൂൾസ്, അത് കൂളാകുന്ന ആ എനർജി അതിൽ നിന്ന് ലോസ് ആവുന്ന സമയത്ത്
ഇലക്ട്രോൺ ജമ്പ് ബാക്ക് ടു ദ ഒറിജിനൽ ഓർബിറ്റ്. ഇലക്ട്രോൺ പിന്നെ അതിൻ്റെ ശരിക്കുള്ള ഓർബിറ്റിലേക്ക് തിരിച്ചു വരും. ഈ തിരിച്ചു വരുന്ന സമയത്ത് ഇലക്ട്രോൺസിൻ്റെ അടുത്തുണ്ടായ എനർജീനെ പുറത്തേക്ക് തള്ളും. ഓക്കെ, ആസ് ദേ ജമ്പ് ദ ഇലക്ട്രോൺ ദാറ്റ് ജമ്പ് ബാക്ക് എമിറ്റ് 1 photon of light. ഓക്കെ, അപ്പം അത് തിരിച്ച് ഇലക്ട്രോണിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, ഓക്കെ, അതായത് പിന്നെ ഇലക്ട്രോണിലേക്ക് ഏത് ടൈപ്പ് ഓഫ് എനർജി അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്താലും അതിനുശേഷം അത് ജമ്പ് ചെയ്ത് വേറെ ഓർബിറ്റ് പോയാലും തിരിച്ച് ഗെറ്റ് ബാക്ക് ടു ദ ഒറിജിനൽ ഓർബിറ്റിലേക്ക് വരുന്ന സമയത്ത് എനർജിയെ 1 photon ഓഫ് ലൈറ്റിൻ്റെ ഫോമിൽ മാത്രമാണ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ദെർഫോർ ദാറ്റ് ഈസ് ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ലൈറ്റിൻ്റെ സോഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് കളർ ഈസ് ദിസ് ലൈറ്റ്? എന്തായിരിക്കും ആ ലൈറ്റിൻ്റെ കളർ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ, അതാണ് നമ്മളെ കളറും ലൈറ്റും തമ്മിലുള്ള കണക്ഷൻ. ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ബിഗ് ദ ജംപ് ബിറ്റ്വീൻ ഓർബിറ്റ്സ് വാസ് എ ബിഗർ ജംപ് ഓർ ദ ഹയർ എനർജി. അപ്പോൾ അതായത് നമുക്ക് എത്രത്തോളം എനർജി ഇലക്ട്രോൺസ് പിന്നെ അക്വയർ ചെയ്തിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ് ഈ ഏത് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോകണം എന്ന് അല്ലെങ്കിൽ ഓർബിറ്റിലേക്ക് പോകണം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് തിരിച്ചും വരുന്നത്. അപ്പോൾ എത്ര എനർജിയാണ് ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എനർജി, അവിടെയാണ് നമ്മൾ അതിൻ്റെ കളറും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ എനർജി ഡിറ്റർമൈൻ ദ കളർ. എ ബ്ലൂ ഫോട്ടോൺ ഹാസ് മോർ എനർജി ദാൻ എ റെഡ് ഷൈൻ. അതായത് റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ എനർജി വേണം ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ വയലറ്റിലേക്ക് എത്തുന്ന കളറുകളാണ് നമുക്ക് കിട്ടുക. വയലറ്റ്, ബ്ലൂ, പിന്നെ അങ്ങനെ വരും. എനർജി കുറവാണെങ്കിൽ അതിന് വേവ് ലെങ്ത് കൂടുതലായിട്ടും പക്ഷേ പിന്നെ അതിൻ്റെ എനർജി കുറവായിരിക്കും. ദ റെഡ് ഷൈൻ ഓൾ ദ കളർ ടുഗദർ. യു വിൽ ഗെറ്റ് വൈറ്റ് ലൈറ്റ് ബി ബാക്ക് ദാറ്റ് ദേ എമിറ്റ് ഓൾ കളർ ടുഗദർ. എല്ലാ കളറും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദേ എമിറ്റ് ലൈറ്റ്, എ ഫോം ഓഫ് എനർജി. എല്ലാ കളറും ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മൾ സാധാരണ ലൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിവേ അക്കോർഡിംഗ് ടു ദ എനർജി ഓഫ് ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, energy of electron it directly proportional to the color of light. ലൈറ്റിൻ്റെ കളറും ഇലക്ട്രോണിന് കിട്ടുന്ന എനർജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം വലിയ എനർജി ആണെന്നുണ്ടെങ്കിൽ അതായത് വിബ്ജിആറിലുള്ള എന്താണ് വയലറ്റ് അല്ലേ, സ്റ്റാർട്ടിങ്ങിലുള്ള കളറുകളാണ് വരിക. അതേപോലെ തന്നെ ഇത് കുറച്ച് എനർജിയേ ഉള്ളൂ എങ്കിൽ അല്ലെങ്കിൽ ചെറിയ ജമ്പുകളാണെങ്കിൽ ദിസ് ഇസ് എന്താ വിബ്ജിആറിലുള്ള ലാസ്റ്റ് കളറുകളായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഈച്ച് ഫ്രീക്വൻസി വാല്യൂ വിത്തിൻ ദ വിസിബിൾ റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം കറസ്പോണ്ടിങ് ദ ഡിസ്റ്റിങ്ക്റ്റ് സ്പെക്ട്രൽ കളർ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ലൈറ്റിൽ നമുക്ക് എന്താ പറയുക, അൾട്രാ വയലറ്റ് ഉണ്ട്, ഇൻഫ്രാ റെഡ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പല ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിനിടക്ക് വരുന്നതാണ് ഇപ്പോൾ അൾട്രാ വയലറ്റിൻ്റെയും ഇൻഫ്രാ റെഡിൻ്റെയും ഇടക്കാണ് നമ്മളെ ഈ വിബ്ജിആർ കളറൊക്കെ വരുന്നത്. വെൻ white light is incident and opaque object, some frequencies are reflected and some are observed. ആ സമയത്ത് നമ്മളൊരു ഒരു 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 ഒപ്പാക്ക് ആയിട്ടുള്ള, അതായത് ഒരു മതിലിലേക്കോ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റാക്കിൾ ഉള്ള ഇതിലേക്ക് നമ്മൾ ഒരു ലൈറ്റിനെ കടത്തി വിടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യും. എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ആ ഒരു പിന്നെ എന്താ പറയുക വാളിൻ്റെ ഫ്രീക്വൻസി ഉള്ളത് അതെന്ത് ചെയ്യും, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കിയുള്ളതിനൊക്കെ അബ്സോർവ് ചെയ്യും. അപ്പോൾ ഒരു വാൾ എന്ന് പറയുന്നത് റെഡ് വാൾ ആണെങ്കിൽ ആ റെഡിനെ മാത്രം റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ അബ്സോർവ് ചെയ്യും. ഓക്കെ, ദ കോമ്പിനേഷൻ ഓഫ് ഫ്രീക്വൻസീസ് പ്രസൻറ്റ് ഇൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഡിപ്പെൻഡ് ഇൻ ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ് ദാറ്റ് വി സീ. ദാറ്റ് ഈസ് ദ ഡോമിനൻറ്റ് ഫ്രീക്വൻസി ഓർ ക്യൂ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഡോമിനൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. അതിനെ നമ്മൾ ഹ്യൂ എന്നാണ് പറയുന്നത്. ദിസ് ഇസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈറ്റ്. ഓക്കെ, ലൈറ്റ് അല്ലെങ്കിൽ കളറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ എന്താണോ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ എന്താണോ അത് അതിൻ്റെ ഹ്യൂ എന്ന് നമുക്ക് പറയാം. പിന്നെ ലൈറ്റിന് രണ്ട് കൺസെപ്റ്റുകളുണ്ട്.
ലൈറ്റിനെ രണ്ടായിട്ട് നമുക്ക് രണ്ട് തരം തിയറീസ് ഉണ്ട് ലൈറ്റിനെ കുറിച്ച്. ലൈറ്റിനെ പാർട്ടിക്കിളായിട്ട് കാണുന്നുണ്ട്. ചില സമയത്ത് ലൈറ്റ് ആക്ട് ആസ് എ പാർട്ടിക്കിൾ, സംടൈംസ് ലൈറ്റ് ആക്ട് ആസ് എ വേവ്. ഈ രണ്ട് പ്രോപ്പർട്ടീസും നമ്മൾ പല സ്ഥലങ്ങളിൽ ഫിസിക്സിൽ എല്ലാ സയൻസ് ഇതിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഈസ് എ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, ലൈറ്റ് ഈസ് എ ഫോട്ടോൺ ഈസ് ലൈക്ക് എ പാർട്ടിക്കിൾ, ഓരോ മണൽത്തരികൾ പോലെ. തിങ്ക് ഓഫ് ഫോട്ടോൺ ആസ് എ ഗ്രെയിൻ ഓഫ് സാൻഡ്സ്. ഓക്കെ, ഒരു മണൽത്തരികൾ പോലെ നമ്മളിങ്ങനെ ലൈറ്റ് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ദാറ്റ് വി സോ മെനി that see so many photons at the same time, it's like seeing all the sand on a beach. ഓക്കെ, നമ്മളിപ്പോൾ ലൈറ്റ് കാണുന്നതിനെ നമ്മളൊരു ബീച്ചിലുള്ള ഒരു മണൽ തിട്ട പോലെ കാണുകയാണെങ്കിൽ അതേപോലെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദർഫോർ അതിലുള്ള ഓരോ ഗ്രെയിൻസിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫോട്ടോൺസ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് ലൈറ്റിനെ ഡിഫൈൻ ചെയ്യാം. അതേപോലെ വെൻ ലൈറ്റ് ഹിറ്റ് ഫിലിം ഇൻ എ ഫിലിം ക്യാമറ ഇറ്റ് ആക്ട്സ് ആസ് എ ലൈറ്റ് ഫോട്ടോ. നമ്മൾ പിന്നെ ഫിലിംസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫിലിം ക്യാമറകളിലേക്ക് ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈക്ക് ഫോട്ടോൺസ്, അതായത് ഇറ്റ് ആക്ട്സ് എ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് ആക്ട് ലൈക്ക് എ വേവ് എന്ന് പറയുന്നുണ്ട്. അതായത് ലൈറ്റിന് പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും പറയും. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ലൈറ്റിന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ലൈറ്റിന് വേവ് ആയിട്ടാണ്. സംടൈംസ് ലൈറ്റ് ആക്ട്സ് ലൈക്ക് എ വേവ്. എ വേവ് ഹാസ് എ വേവ് ലെങ്ത്സ് ആൻഡ് സ്പീഡ് ആൻഡ് എ ഫ്രീക്വൻസി. ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ റെഡ് ലൈറ്റിനെ പറയുമ്പോൾ റെഡിന് വേവ് ലെങ്ത് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഇത് ഈ കൺസെപ്റ്റിലാണ് പറയുന്നത്. ഓൾ ലൈറ്റ് ട്രാവൽ സെയിം സ്പീഡ്, ദ എനർജി ഗോസ് അപ്പ്, ഫ്രീക്വൻസി അപ്പ്, കളർ ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്രീക്വൻസി. അതായത് അതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ എത്രത്തോളം എനർജി അബ്സോർവ് ചെയ്യുന്നത് ദാറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ കളർ ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് കളർ. അപ്പോൾ ഇലക്ട്രോൺ എത്രത്തോളം എനർജി അബ്സോർവ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കളർ ഓഫ് ദ സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ലൈറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ലൈറ്റ് ആക്ട് ആസ് എ വേവും ലൈറ്റ് ആക്ട് ആസ് എ പാർട്ടിക്കിൾ എന്ന് പറയുന്നുണ്ട്. ഇതിനടിയിൽ ഒരുപാട് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കളറിലേക്ക് നമ്മൾ പോകും. ഓക്കെ, ഇത് ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഈ ഒരു എന്താ പറയുക, ദ ലൈറ്റ് ആൻഡ് കളർ എന്നുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ അത് എൻ്റെ നോട്ടൊന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ കളറും ലൈറ്റും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ലൈറ്റ് എന്താണ്, കളർ എന്നുള്ളത് പഠിച്ചു നോക്കുക. ഇത് ഓൾറെഡി നിങ്ങൾ ഫിസിക്സിൽ ഈ കൺസെപ്റ്റ് പഠിച്ചാണ്, പക്ഷേ ഒന്നുകൂടെ ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ദിവസം നമ്മൾ കളറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകും. അതേപോലെ ഡിഫറെൻറ്റ് കളർ മോഡൽസിലേക്ക് പോകും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരു മൊഡ്യൂളാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിൽ CMP, YMK, HSB ഏതെങ്കിലും കളർ മോഡൽ എന്തായാലും ചോദിക്കും, യാതൊരു സംശയവും വേണ്ട. ഈ കളർ മോഡൽസൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.